ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ ഇതുവരെ 35 കോടി തീർത്ഥാടകർ സ്നാനം നടത്തി. ബസന്ത് പഞ്ചമി ദിനമായ ഇന്ന് പുലർച്ചെ 4 മണി മുതൽ 16 ലക്ഷം തീർത്ഥാടകരാണ് അമൃത് സ്നാനം നടത്തിയതെന്ന് UP സർക്കാർ അറിയിക്കുന്നു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. സമാനതകളില്ലാത്ത ജനസഞ്ചയമാണല്ലോ അവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് SKN. ഇനിയും കൂടുതൽ തീർത്ഥാടകരെ തന്നെയാണ് പ്രയാഗ്രാജിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് UP സർക്കാരിൽ നിന്നും ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഇതിനോടകം തന്നെ 35 കോടി തീർത്ഥാടകർ അവിടെ എത്തി സന്ദർശനം നടത്തി മടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇന്ന് വിശേഷപ്പെട്ടൊരു ദിവസമാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ രാവിലെ 4 മണി മുതൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 14 ലക്ഷം തീർത്ഥാടകർ അമൃതസ്നാനം നടത്തി മടങ്ങിയെന്നാണ് അറിയുന്നത്. ഇന്ന് ഇനിയും കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് അവരുടെ കണക്കുകൂട്ടലുകൾ. ഏതാണ്ട് ഒരു 4 കോടിയോളം തീർത്ഥാടകർ ഇന്നത്തേക്കായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് UP സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അപകടമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനായി 2 IPS ഉദ്യോഗസ്ഥരെ കൂടി ആ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ നടത്തുക. ഒപ്പം തന്നെ ഈ രാവിലെ 3 മണി മുതൽ ഈ എല്ലാ ക്രമീകരണങ്ങളും ഒപ്പം ഈ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിരീക്ഷിക്കുന്നുണ്ട്. ലക്നൌവിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇതെല്ലാം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഈ തീർത്ഥാടനത്തിന് എത്തുന്ന ആളുകളെ അഭിനന്ദനം കൂടി അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഗമമായി അവിടെ എത്തി സന്ദർശനം നടത്തി സ്നാനം നടത്തി മടങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം കൂടുതൽ ആളുകൾ എത്തുന്നതിനനുസരിച്ച് ഈ സ്നാനം നടത്തുന്ന ഓരോ ഘട്ടുകളിലായി പ്രത്യേക ക്രമീകരണങ്ങളും വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇനിയും എത്തിച്ചേരുമെന്നുള്ളതാണ് കണക്കുകൾ. വിനീത വിജി